അത് മാത്രമല്ല വർക്ക് മുഴുവൻ ഞാൻ ചെയ്യും. ഈ ടെക്നിക്കൽ കാര്യങ്ങളിൽ മിടുക്കത്തിയ, കമ്പ്യൂട്ടർ നോളജൊക്കെ ഭയങ്കര കെങ്കേമ എൻ്റെ. എനിക്കതൊന്നും ചെയ്യാൻ അറിയൂല, എനിക്ക് PhD ചെയ്യുകയും വേണം. അത് മുഴുവൻ ടൈപ്പ് ചെയ്ത് തരണ്ടേ. അപ്പം മ്യൂസിക്കൽ നോട്ട്സ് ഹൈലി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ചെയ്തത് എൻ്റെ PhDക്ക്. അപ്പോൾ എന്താ വെച്ചാൽ അത് മുഴുവൻ ടൈപ്പ് ചെയ്യണം. ഈ മ്യൂസിക്കൽ നോട്ട്സ് ഒക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ സംഗീതമായിട്ട് ബന്ധമുള്ള ഒരാളായാലേ എളുപ്പമുള്ളൂ. അപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ മുഴുവൻ മുരളിയെ ടൈപ്പ് ചെയ്ത് തന്നെ. പകുതി ക്രെഡിറ്റ് ടൈപ്പ് ചെയ്ത് തന്നെ മുഴുവൻ ഞാൻ. അപ്പൊ എന്നോട് പറഞ്ഞു എന്തൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഫുൾ വർക്ക് ഞാൻ ചെയ്തു, ടൈപ്പ് ചെയ്തു. അപ്പൊ എന്റെ ഗൈഡ് പറയും, മഞ്ജു അത്രയും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഒരു പേരും കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അന്നായിരുന്നു. DR കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലോട്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകണു, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്, ഭയങ്കര ഇൻഡിപെൻഡന്റും എല്ലാ കാര്യങ്ങളും അങ്ങനെ. അത് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പെൺകുട്ടികൾ അങ്ങനെ ചെയ്യണ കാണാൻ എനിക്ക് അതിനോട്, ഞാൻ ഭദ്രക്കുട്ടിയോട് മോളോട് പറയാറുണ്ട്, മോൾ അങ്ങനെ ആവണം എന്നൊക്കെ പറയും. അമ്പടി കേമി അവള് പറയും, അമ്മ ആള് മോശമില്ല. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമല്ല, എനിക്ക് കുറച്ച് എല്ലാവരുടെയും സപ്പോർട്ടും അതിലിങ്ങനെ പോണ ആളാണ് ഞാൻ.